ഞങ്ങൾ ജുറോങ് ലേക്ക് ഗാർഡൻസിൽ ചില ദിവസങ്ങളിൽ രാവിലെ സൈക്ലിങ്ങിന് പോകാറുണ്ട്. അങ്ങനെ പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. അത് 2-3 ദിവസമായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കൂടുതലായിട്ട് കാണിക്കുന്നത് ജാപ്പനീസ് ഗാർഡനിൽ പോയ ആ ഒരു ഏരിയയിലത്തെ വീഡിയോ ആണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. അപ്പോൾ മെയിൻ റോഡിൽ കൂടെയാണ് ഈ പോണത്. ഇവിടെ ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല, പക്ഷേ ഇപ്പോൾ തീരെ തിരക്കില്ലാത്ത കാരണം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് കയറി. ഇപ്പം സമയം 6 മണി കഴിഞ്ഞിട്ടുള്ളൂ. ഈ സമയത്തുള്ള സൈക്ലിംഗ് നല്ലൊരു സുഖമാണ് കേട്ടോ. ഞങ്ങൾ ഓരോ ദിവസം പോകുമ്പോൾ ഓരോരോ റൂട്ട് എടുക്കാറുണ്ട്. അതായത് ഇവിടെ കുറേ ഏരിയ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ലേക്ക് സൈഡ് MRTയുടെ അവിടം വരെ പോയി, പിന്നെ ചൈനീസ് ഗാർഡൻ്റെ അതിലെ, പിന്നെ ഒരു ദിവസം ജാപ്പനീസ് ഗാർഡൻ, അങ്ങനെ വേറെ വേറെ റൂട്ട് എടുത്ത് പോകാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇവിടെ പോയതാണ് ജാപ്പനീസ് ഗാർഡനിൽ. അപ്പോൾ അവിടെ കുറച്ച് വാട്ടർ ലില്ലി ഗാർഡൻ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പല ദിവസം പോയിട്ടുണ്ട് കേട്ടോ. അത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിതിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കണത്. ഈ നേരത്ത് വരുമ്പോൾ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് 7 മണി വരെ ഉണ്ടാവും. ഇവിടെ ഏകദേശം ഒരു 7 മണിയോടെ എടുക്കുമ്പോഴാണ് നേരം നന്നായി വെളുത്ത് വരുന്നത്. ഇപ്പോൾ ജാപ്പനീസ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് കടന്നു. എന്നിട്ട് അതേ കൂടെ സൈക്കിൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് കുറേ ദൂരം പോകണം കേട്ടോ. ഞാനിതിൽ കുറേയൊക്കെ കട്ട് ചെയ്തേക്കാണ്. എന്നിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ബ്രിഡ്ജ് കടന്നിട്ട് ചൈനീസ് ഗാർഡനിലേക്ക് എത്തി. അപ്പോൾ ആ പാലത്തിൽ നിന്നുള്ള വ്യൂ ഒക്കെയാണ് ഞാനതിൽ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ചൈനീസ് ഗാർഡനിലേക്ക് കടന്നപ്പോൾ അവിടെ ബാംബു ഗ്രോ ആൻഡ് വാട്ടർഫോൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലം. അവിടെ നിറച്ച് മുളകളാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴി, അത് ലാസ്റ്റ് ചെന്ന് ചേരുമ്പോൾ ഒരു വാട്ടർഫോള്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞങ്ങൾ അന്ന് പോയ ബോൺസായി ഗാർഡൻ ഉള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. തൊട്ട് മുമ്പ് കണ്ടത് വേറൊരു ദിവസം വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അന്ന് ചൈനീസ് ഗാർഡൻ്റെ ഉള്ളിലായിരുന്നു കറക്കം. അപ്പോൾ ക്ലൗഡ് പഗോഡ, ബാംബു ഗ്രോ, അങ്ങനെ അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ജാപ്പനീസ് ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ സൈക്ലിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പോണത് വാട്ടർ ലില്ലി ഗാർഡനിലേക്കാണ് കേട്ടോ. വാട്ടർ ലില്ലി ഗാർഡനിലും ഏർലി മോർണിംഗിലത്തെ വ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ദിവസം ഈവനിങ്ങിൽ വന്നപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വേറെ ദിവസങ്ങളിൽ വന്നപ്പോൾ എടുത്ത വീഡിയോസാണ് എല്ലാതും. ഈ ജാപ്പനീസ് ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ 3 ഏരിയ ഉണ്ട്. സങ്കൺ ഗാർഡൻ, വാട്ടർ ലില്ലി ഗാർഡൻ, പിന്നെ ബ്രീത്തിങ് ഗാലറി എന്ന് പറഞ്ഞിട്ട്. ഇത് 3ഉം കാണാൻ നല്ലൊരു രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ ഈ സങ്കൺ ഗാർഡൻ്റെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇടാം. ചെറിയൊരു വീഡിയോ ആയിരിക്കും. പിന്നെ ബ്രീത്തിങ് ഗാലറിയും അതെ ഞാൻ സെപ്പറേറ്റ് തന്നെ ഇടണത്. അപ്പോൾ ഇതിൽ ഞാൻ വാട്ടർ ലില്ലി ഗാർഡനാണ് കൂടുതലും കാണിക്കണത്. വാട്ടർ ലില്ലി ആദ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ലാർജസ്റ്റ് കളക്ഷൻ ഇപ്പോഴാണ് വന്നേക്കുന്നത്. ഈ റിനോവേഷൻ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വെറൈറ്റീസിലുള്ള വാട്ടർ ലില്ലികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. 150-ലധികം വെറൈറ്റീസിലുള്ള വാട്ടർ ലില്ലി ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിൽ രാത്രിയും പകലും പൂവിടുന്നുണ്ട്. നമ്മളൊക്കെ ആദ്യം പറഞ്ഞിരുന്നത് ആമ്പൽ ചന്ദ്രനെ സ്നേഹിക്കുന്നു, താമര സൂര്യനെ സ്നേഹിക്കുന്നു എന്നൊക്കെയല്ലേ. താമര പകലാണ് വിടരുന്നത്, ആമ്പൽ രാത്രി വിടരും എന്നാണ് പറയുക. ഇവിടെ പകലും വിടരുന്ന ആമ്പലുകളുണ്ട്. ഫ്രാൻസ്, ബ്രിട്ടൻ, US, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെയുള്ള കുറേ വെറൈറ്റീസിലുള്ള ആമ്പലുകളാണ് ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നേക്കണത്. അതിൽ ഏറ്റവും വലിയ തരം ആമ്പലുകളുമുണ്ട്, ഏറ്റവും ചെറിയ തരം ആമ്പലുകളുമുണ്ട്.
കുറേ സ്ഥലത്തായിട്ട് അതങ്ങനെ അവർ വച്ച് പിടിപ്പിച്ചേക്കാം. ഇനി ഓരോ വർഷം കഴിയും തോറും ഇതിനെയൊക്കെ നന്നാക്കി നന്നാക്കി കൊണ്ടുവരുള്ളൂ കേട്ടോ. ചീത്തയായി പോവില്ല എന്തായാലും, അവരത്രയ്ക്കും കെയർ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം കാണുന്ന ഈ ഒരു ഏരിയയില്ലേ, എവിടെയൊന്നും സൈക്ലിംഗ് പാടില്ല കേട്ടോ. അപ്പം നമ്മൾ സൈക്കിളൊക്കെ അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ച് ഇവിടെയൊക്കെ നടന്ന് കാണാനേ പറ്റുള്ളൂ. അപ്പം നമുക്ക് നടന്ന് വളരെ അടുത്ത് ഈ വാട്ടർ ലില്ലീനെയൊക്കെ പോയി കാണാം. എന്തായാലും ഇവർ നല്ലൊരു ഭംഗിയിലാണ് എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. പബ്ലിക്കിന് ഏറ്റവും യൂസ്ഫുൾ, അവർക്ക് നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടിരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവർ ഉണ്ടാക്കണത് കേട്ടോ. ഈ ഒരു ബിൽഡിംഗ് കാണുന്നില്ലേ ഇപ്പുറത്ത്, അതിൻ്റെ ഉള്ളിലാണ് ബ്രീത്തിങ് ഗാലറി. അത് ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട്, ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇടാം കേട്ടോ. ഈ ഒരു വീഡിയോ എടുത്ത ദിവസം അവിടെ ക്ലോസ് ചെയ്തേക്കായിരുന്നു. അപ്പോൾ അവിടെ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് മൺഡേസിൽ ഇത് ഓപ്പൺ ചെയ്യില്ല. പിന്നെ ഒരു ദിവസം ഈവനിങ്ങിൽ വന്നപ്പോൾ ഇങ്ങനെ കറക്റ്റ് വാട്ടർ ലില്ലി പവലിയൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കയറി. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഒരു ബെഞ്ച് നോക്കി അതിൽ ആമ്പലിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിക്കണുണ്ട് മരം കൊണ്ട്. അങ്ങനെ സീറ്റിംഗ് ഒക്കെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ വാട്ടർ ലില്ലി ഗാർഡൻ്റെ അവിടെയും ബ്രീത്തിങ് ഗാലറിയുടെ അവിടെയൊക്കെ വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും ഇവിടേക്ക് വരുമ്പോൾ വീഡിയോ എടുക്കേണ്ട ഒരു ഉദ്ദേശത്തിനും കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിചാരിക്കും വേറൊരു ദിവസം വെറുതെ റിലാക്സ് ചെയ്ത് വന്നിരിക്കണം എന്ന്. അങ്ങനെ ഇതുവരെ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് നല്ല രസമാണ് നമുക്ക് അവിടെ ഒന്ന് ചെന്നിരുന്ന ഈ പൂക്കളൊക്കെ കാണുമ്പോൾ. എന്തൊരു ഭംഗിയായിരുന്നു. അത്രയ്ക്കും ഭംഗി എനിക്ക് ഇതിൽ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നണത്. ആ ഈവനിങ് വ്യൂ അത് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് മോർണിംഗിൽ വന്ന സൈക്ലിങ്ങിന് വന്ന വീഡിയോയുടെ ആ ലാസ്റ്റാണ് പോയിക്കൊണ്ടിരിക്കുക തിരിച്ച്. ഈ ഒരു ഗാർഡനിൽ ഓരോ ഏരിയയ്ക്കും ഓരോ പേരിട്ടിട്ടുണ്ടാവും കേട്ടോ. ഫ്ലോറൽ ഗാർഡൻ, എഡിബിൾ ഗാർഡൻ, അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ലേ, അതനുസരിച്ച് ഓരോ പേരുകളും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഒരു കുന്ന് പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, ചെറിയ ചെറിയ മുട്ടക്കുന്ന് പോലെ. അപ്പോൾ അവിടെ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ മുട്ടക്കുന്നിൻ്റെ മീതെ കയറിയിട്ട് ഇത്തിരി നേരം ഇരുന്നു. ഞാനിതിന് മുമ്പ് പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ അവിടെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. നല്ല റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ഈ സൈക്കിൾ ചവിട്ടി പോയിട്ട് നേരെ ആ ഗ്രാസ് ലാൻഡിൻ്റെ അവിടെയാണ് ചെല്ലണത്. അവിടെ നിറയെ പുല്ല് പിടിപ്പിച്ചേക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് പാടത്തൊക്കെ നിറയെ ഇങ്ങനെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയല്ലേ. എനിക്ക് നല്ല ഇഷ്ടമുള്ള പുല്ലാണ് കേട്ടോ അത്, നല്ല ഭംഗിയാണത്. അതിന് നമ്മുടെ നാട്ടിൽ പറയണത് പോതപ്പുല്ല്, പശുപ്പുല്ല്, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ഇതിനെ പറയുന്നത് ചൈനീസ് ഫൗണ്ടെയിൻ ഗ്രാസ് എന്നാണ്. ഈ പുല്ലിൻ്റെ ജന്മദേശം വടക്കേ ആഫ്രിക്കയാണത്രേ. ഏഷ്യയിലേക്ക് ഒരു അലങ്കാര ചെടിയായിട്ടാണ് ഇത് വന്നെത്തിയതെന്ന്. നമ്മുടെ നാട്ടിൽ ഈ പുല്ലിനെ ആരും കെയർ ചെയ്യണില്ല. ഞാൻ പണ്ടൊക്കെ പാടത്തുനിന്ന് പോയിട്ട് ഇത് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ ഫ്ലവർ വേസിൽ ഇങ്ങനെ വെക്കാറുണ്ട്. അത് കുറേ നാളിരുന്നോളും, നല്ല ഭംഗിയല്ലേ കാണാൻ. ഈ പുല്ലിൻ്റെ വിത്തുകൾ തിന്നാനായിട്ട് ചെറിയ ചെറിയ പക്ഷികൾ വരുന്നു ഇവിടെ. അവരുടെ ഒരു ഷെൽട്ടർ കൂടിയാണ് ഈ ഒരു പ്രദേശം. പിന്നെ ഇത് കൂടുതലായിട്ടും ഈ ഒരു ഏരിയ ഫോട്ടോഷൂട്ടിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ കുറേ ആൾക്കാർ വരുന്നത് കാണാം. അങ്ങനെ ഞാനിതിൻ്റെ മുകളിൽ കയറി കുറച്ച് നേരം ഇരുന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു. അത് രാവിലത്തെ നേരമായത് കൊണ്ടും പിന്നെ നല്ല കാറ്റും, നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഈ ഗാർഡനിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. പല സമയത്ത് എടുത്തതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ.